ഹലോ എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എന്താണ് ഈ പ്രോസ് ആൻഡ് കോൺസ്? നമുക്ക് വേണമെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് AI എന്നും വേണമെങ്കിൽ പറയാം. ആദ്യം തന്നെ പ്രോസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമുക്കൊക്കെ അറിയാം, എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേഷൻ. നമ്മൾ മെയിനായിട്ട് എന്തിനാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്? ഓട്ടോമേഷന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്, എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേഷൻ. നമുക്കിപ്പോൾ റിപ്പീറ്റേറ്റീവായിട്ട് എന്തെങ്കിലും ടാസ്ക് നമ്മുടെ മെഷീനിൽ പെർഫോം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് പെർഫോം ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും എഫിഷ്യൻ്റായിട്ടും ക്വിക്കായിട്ടും അക്യുറേറ്റായിട്ടും പെർഫോം ചെയ്യാൻ AI ത്രൂ പോസിബിളാണ്. അത് ഇതിൻ്റെ ഒരു പ്രോസാണ്. മാത്രമല്ല പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്ത് അതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തിക്കാനും ഹ്യൂമൻ എറർ റെഡ്യൂസ് ചെയ്യാനും ഇതിലൂടെ കഴിയും. അപ്പോൾ അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേഷൻ. പിന്നെ വരുന്നത് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് ആണ്. നമ്മൾ AI യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ, അപ്പോൾ ഹ്യൂമൻ ചെയ്യുകയാണെങ്കിൽ 1 by 1 ആയിട്ട് ചെയ്യാൻ കഴിയുള്ളെങ്കിൽ ഇത് ഏറ്റവും ഫാസ്റ്ററായിട്ട് കമ്പയറിങ് ടു ഹ്യൂമൻ AIക്ക് എന്ത് ചെയ്യാൻ കഴിയും? മസീവ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ കഴിയും. അത് മറ്റൊരു പ്രോസാണ്. മാത്രമല്ല നമ്മൾ ഡിസിഷൻ മേക്കിംഗ് കോൺസെപ്റ്റുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ട്രെൻഡ്സ്, ഇൻസൈറ്റ്സ് ഒക്കെ ഏറ്റവും യൂസ്ഫുൾ ആക്കാനും AI ത്രൂ പോസിബിളാണ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് എന്താണ്? ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ്. പിന്നെ വരുന്നത് 24/7 അവൈലബിലിറ്റിയാണ്. അപ്പോൾ മനുഷ്യന്മാരെ കാര്യമാണെങ്കിൽ കുറച്ച് നേരം വർക്ക് ചെയ്താൽ ഒന്ന് ബ്രേക്ക് എടുക്കേണ്ടി വരും, ഒന്ന് സ്ലീപ്പ് ചെയ്യേണ്ടി വരും, ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനിലൊക്കെ പോകേണ്ടി വരും. എന്നാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേസിൽ അങ്ങനത്തെ ഒത്തിരി ആവശ്യങ്ങളൊന്നുമില്ല. AI ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല കസ്റ്റമർ സർവീസിന്, പ്രത്യേകിച്ച് ചാറ്റ് ബോട്ട് പോലെയുള്ള കസ്റ്റമർ സർവീസസിനാവട്ടെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അടുത്തത് വരുന്നത് ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. AI മോഡൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിഡിക്റ്റീവ് അനലിറ്റിക്സ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഫോർകാസ്റ്റിംഗ് ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ കഴിയും. മാത്രമല്ല ഫിനാൻസ്, ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്സ്, അതിനകത്തൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനൊക്കെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ബെസ്റ്റായിട്ടുള്ളത്. അടുത്ത് വരുന്നത് ഇന്നൊവേഷൻ ഇൻ വേരിയസ് ഫീൽഡാണ്. എല്ലാ ഫീൽഡിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മെഡിസിൻ്റെ കേസ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ ഡിസീസ് ഡയഗ്നോസിസ്, ഡ്രഗ് ഡിസ്കവറിക്കൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സെൽഫ് ഡ്രൈവിംഗ് കാർസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ പേഴ്സണലൈസ്ഡ് ലേണിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്നത് എൻഹാൻസ്ഡ് സേഫ്റ്റിയാണ്. ഇപ്പോൾ റോബോട്ട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം ആയിക്കോട്ടെ, ഇതൊക്കെ ഏറ്റവും ഡേഞ്ചറസ് ജോബുകൾ പെർഫോം ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഹ്യൂമൻ റിസ്കുകൾ റെഡ്യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാം? ഇപ്പോൾ ബോംബ് ഡിസ്പോസൽ, അതുപോലെ സ്പേസ് എക്സ്പ്ലോറേഷൻ, മൈനിങ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും മനുഷ്യന്മാരാണെങ്കിൽ അതിൻ്റെ എന്ത് സൈഡും റിസൾട്ട് വരാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇത്തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് യൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യാൻ കഴിയും. ഇത്രയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രോസ് കിടക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ പോയിൻ്റ് എഫിഷ്യൻസി ആൻഡ് ഓട്ടോമേഷൻ ആണ്. അതായത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ ക്വിക്കായിട്ടും എഫിഷ്യൻ്റായിട്ടും അക്യുറേറ്റ് ആയിട്ടൊക്കെ ഈസി ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പെർഫോം ചെയ്യാൻ കഴിയും. ഹ്യൂമൻ എറർ റെഡ്യൂസ് ചെയ്യും, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് ആണ്. മസീവ് എമൗണ്ട് ഓഫ് ഡാറ്റയെ ഏറ്റവും ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാനും അനലൈസ് ചെയ്യാനും AI ത്രൂ പോസിബിളാണ്. ഡിസിഷൻ മേക്കിങ്ങിനകത്ത് പാറ്റേൺസും ട്രെൻഡ്സും ഇൻസൈറ്റ്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ 24/7 അവൈലബിലിറ്റിയാണ്. ഹ്യൂമൻസിനെ പോലെ ബ്രേക്ക് വേണ്ട, സ്ലീപ്പ് വേണ്ട, വെക്കേഷൻ വേണ്ട. മാത്രമല്ല കസ്റ്റമർ സർവീസിനും ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് നടത്താൻ കഴിയും. മാത്രമല്ല എല്ലാ ഫീൽഡിലും ഇന്നൊവേറ്റീവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. മെഡിക്കൽ ഫീൽഡിലാവട്ടെ, ട്രാൻസ്പോർട്ടേഷനിലാവട്ടെ, എഡ്യൂക്കേഷനിലാവട്ടെ, എവരിവർ AIൻ്റെ ഒരു സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ വരുന്നത് എൻഹാൻസ്ഡ് സേഫ്റ്റിയാണ്. നമ്മൾ ഹ്യൂമൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഡേഞ്ചർ ആകും എന്നുള്ള കേസുകളിലൊക്കെ ആരിറക്കിയാൽ മതി? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റത്തെ ഇറക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് പ്രോസിനെ കുറിച്ച് പറയാനുള്ളത്. ഏത് സൈഡിനും മറ്റൊരു സൈഡ് ഉണ്ടല്ലോ. അതാണ് നമ്മുടെ കോൺസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് ഡിസഡ്വാൻറ്റേജസ്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് നമുക്കൊക്കെ അറിയാം, ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം. ഇങ്ങനെ നമ്മൾ ഓട്ടോമേഷൻ കൊണ്ടുവരുന്നു, ഏറ്റവും ബെസ്റ്റായിട്ട് AI വർക്ക് ചെയ്യുന്നു, അവിടെ എന്ത് സംഭവിക്കും? ഹ്യൂമൻ വർക്കേഴ്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. മാനുഫാക്ചറിങ് ആവട്ടെ, കസ്റ്റമർ സർവീസ് ആവട്ടെ, ഏത് സെക്ടർ ആവട്ടെ, AI സിസ്റ്റംസ് അടിപൊളിയായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അവിടെ മനുഷ്യന് ആവശ്യമില്ല, അവിടെ റീപ്ലേസിങ് നടക്കും. സോ ജോലി നഷ്ടപ്പെടും, അൺഎംപ്ലോയ്മെൻറ്റ് കൂടും. മാത്രമല്ല പുതിയ പുതിയ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ഹ്യൂമൻസിന് AI ആയിട്ട് കോമ്പറ്റീഷൻ വന്നുകൊണ്ട് പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യതയായിട്ട് മാറും. പിന്നെ വരുന്നത് ഹൈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷനാണ്. നമുക്കറിയാം AI സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വളരെ എക്സ്പെൻസീവാണ്. ഡെവലപ്പിംഗ് ആയിക്കോട്ടെ, ട്രെയിനിങ് ആയിക്കോട്ടെ, മെയിൻറ്റെയിനിങ് ആയിട്ടൊക്കെ എവറി സ്റ്റേജസ് ആർ വെരി മച്ച് എക്സ്പെൻസീവ്. സ്മോൾ ബിസിനസ്സുകളൊക്കെ ആകുമ്പോൾ അവർക്ക് ഇതൊക്കെ ഒന്ന് അഫോർഡ് ചെയ്യാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരിക്കും. പക്ഷേ വലിയ ഇൻഡസ്ട്രീസിനൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കാം, പക്ഷേ അതെല്ലാവർക്കും അഫോർഡബിൾ അല്ല. പിന്നെ വരുന്നത് ലാക്ക് ഓഫ് ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ് ആൻഡ് ക്രിയേറ്റിവിറ്റിയാണ്. AI എന്ന് പറയുന്നത് നമുക്കറിയാം എന്തൊക്കെയായാലും ഒരു ഇമോഷണൽ ഇൻ്റലിജൻസോ മോറൽ റീസണിങ്ങോ എമ്പതിയോ ഒന്നും അതിനകത്ത് വർക്കല്ല. കാരണം അത് മനുഷ്യനല്ലല്ലോ, സിസ്റ്റം അല്ലേ. അതിനകത്ത് സെറ്റ് ചെയ്യപ്പോൾ വെച്ചിട്ടുള്ള പാറ്റേൺസും കോഡുകളൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യുക. അവിടെ ഒരിക്കലും ഹ്യൂമൻ വാല്യൂസോ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റ്സോ ഒന്നും അതിനകത്ത് അക്സെപ്റ്റബിൾ അല്ല. പിന്നെ വരുന്നത് ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷനാണ്. അപ്പോൾ നമ്മളൊരു ബയാസ്ഡ് ആയിട്ടുള്ള ഡാറ്റയിലാണ് ഇതങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുള്ളെങ്കിൽ ഒരിക്കലും നമുക്ക് ഫെയർ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടില്ല. പിന്നെ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടില്ല. അങ്ങനത്തെ കേസുകളിലും വലിയ പ്രശ്നമാണ്. ഇപ്പോൾ പോലീസിങ്, ഹയറിങ്, ലെൻഡിങ് സിസ്റ്റം, അതിനകത്തൊക്കെ ഇത്തരം ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ വരുന്നത് സെക്യൂരിറ്റി റിസ്ക് ആണ്. അപ്പോൾ അഥവാ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ്, അതേപോലെ എന്തെങ്കിലും മലീഷ്യസ് ആയിട്ടുള്ള ഓട്ടോണമസ് വെപ്പൺസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കേസുകളും ഉണ്ടായേക്കാം. അങ്ങനത്തെ സെക്യൂരിറ്റി റിസ്ക് നമുക്കറിയാം. ഒരു ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഒക്കെ അതിനൊക്കെയുള്ള സെക്യൂരിറ്റി റിസ്കുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഉണ്ട്. പിന്നെ വരുന്നത് ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജിയാണ്. ഒരു പരിധി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളുടെ ഹ്യൂമൻ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് സ്കിൽസൊന്നും വാല്യൂ ഇല്ലാതായിപ്പോയി കംപ്ലീറ്റ് ഒരു ടെക്നോളജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, ഓവർ റിലയൻസ് ചെയ്യുന്ന ഒരവസ്ഥ വരും. അത് ഭയങ്കര ഡേഞ്ചറായിട്ട് മാറും. പിന്നെ വരുന്നത് പ്രൈവസി കൺസേൺസാണ്. AI ഡ്രീവൺ ആയിട്ടുള്ള ഡാറ്റ കളക്ഷൻസ്. നമ്മൾ പറഞ്ഞു മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റയൊക്കെ പ്രോസസ്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ അത്രയും പേരുടെ പ്രൈവസിയാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. അത്രയും പേർക്കും ആ ഒരു പ്രൈവസി നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു പേഴ്സണൽ പ്രൈവസിയിലേക്ക് കടന്നു ചെല്ലുന്ന രീതിയിൽ പലപ്പോഴും ഇഷ്യൂസ് വരും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞത്? ആദ്യം തന്നെ പറഞ്ഞ ഏറ്റവും വലിയ ഡേഞ്ചർ കേസാണ് ജോബ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ AIനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന അവസാനം മനുഷ്യന്മാർക്ക് ജോലി ഇല്ലാതാവും. രണ്ടാമത്തെ കേസാണ് ഹൈ കോസ്റ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് വളരെ എക്സ്പെൻസീവാണ്. ഡെവലപ്പിങ്, ട്രെയിനിങ്, മെയിൻറ്റെയിനിങ് ഒക്കെ എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ അതും കൊണ്ട് നടക്കുന്ന വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹ്യൂമൻ ജഡ്ജ്മെൻറ്റിൻ്റെയും ഹ്യൂമൻ മോറൽ റീസണിങ്ങിൻ്റെയും ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെയും ഒക്കെ ഒരു വാല്യൂ ഇല്ലാതായി പോകും. കംപ്ലീറ്റ്ലി ടെക്നോളജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ വരും. പിന്നെ വരുന്നത് ബയാസ് ആൻഡ് ഡിസ്ക്രിമിനേഷനാണ്. നമ്മളൊരു ബയാസ്ഡ് ഡാറ്റയിലാണ് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ച ഫെയർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടില്ല. പിന്നെ സെക്യൂരിറ്റി റിസ്കുകൾ ഭയങ്കരമാണ്. ഒരാളുടെ സിസ്റ്റം ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, ഓട്ടോണമസ് വെപ്പൺസ് ആയിട്ട് യൂസ് ചെയ്യുക, അത്തരം സെക്യൂരിറ്റി റിസ്കുകളൊക്കെ വരും. പിന്നെ കംപ്ലീറ്റ്ലി എന്ത് നടക്കും? ടെക്നോളജിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. മനുഷ്യൻ്റെ ബ്രെയിനകത്തുള്ള തിങ്കിങ്ങിനും വർക്കിങ്ങിനും ഒന്നും റോളില്ലാതായി മാറും. പിന്നെ പ്രൈവസി കൺസേൺസ് ആണ്. നമ്മുടെ ഡാറ്റയൊക്കെ യൂസ് ചെയ്തിട്ട് ഇത്തരം പ്രോസസ്സിങ് നടക്കുന്നത് പേഴ്സണൽ പ്രൈവസിയെ വളരെയധികം ബാധിക്കും. ഇത്രയാണ് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കോൺസെപ്റ്റൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.